ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും ഒരു വിവരവും കിട്ടാതെ നിന്ന സൂര്യയുടെയും ബിജുവിന്റെ അരികിലേക്ക് പോലീസ് എത്തി. അവരുടെ നിർബന്ധപൂർവ്വം അവിടുന്ന് പോകാൻ പോലീസ് പറഞ്ഞിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാതെ, നിങ്ങൾ പൊയ്ക്കോ സാർ, എൻ്റെ അനുജത്തിയാണ് കാണാതായിരിക്കുന്നത്. അവർ രണ്ടുപേരെയും എനിക്ക് കണ്ടെത്തിയേ തീരൂ. നമുക്ക് അന്വേഷിക്കാം സാർ, തീർച്ചയായിട്ടും അവരെ കണ്ടെത്താൻ കഴിയും എന്ന് പറയുമ്പോൾ പോലീസ് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു കാടല്ല. ഈ കാടിനുള്ളിൽ എത്ര ഘോരമായിട്ടുള്ള വന്യമൃഗങ്ങളും എത്ര ക്രൂരത നിറഞ്ഞ പ്രവൃത്തികളും ഇവിടെ നടക്കുന്നതെന്നറിയോ? അതുകൊണ്ട് ഒരു ജീവന് വേണ്ടി മറ്റൊരു ജീവൻ ബലികഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മര്യാദയ്ക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുന്നു. അവസാനം അവരുടെ ഭീഷണിക്ക് വഴങ്ങി അവിടെ നിന്ന് പോകാനായി സൂര്യയും ബിജുവും തയ്യാറാകുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി. സൂര്യയും ബിജുവും പോകുന്ന സമയത്ത് സൂര്യയും ബിജുവും പോയി കഴിയുമ്പോഴേക്കും പോലീസ് പറഞ്ഞു, അതെ, ഈ കാട്ടിൽ ഇതുപോലെ ആളുകളെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. എന്തായാലും നാളെ രാവിലെ മുതൽ അന്വേഷണം തുടരും. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാലും എന്ത് സംഭവിച്ചാലും അതിനൊരു സൂചനയെങ്കിലും നാളെ നമുക്ക് കിട്ടാതിരിക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അത് കേട്ടതും ബിജുവും സൂര്യയും ആകെ നിരാശയിലായി. കണിമംഗലത്ത് പ്രിയങ്ക ആകെ വിഷമത്തോടിരിക്കുമ്പോൾ പ്രിയങ്കയുടെ ചുറ്റുമിരുന്ന ഗൗതമും കൽപ്പനയും ഉർവശിയും പ്രിയങ്കയോട് പറഞ്ഞു, നീ ഇത് ആർക്ക് വേണ്ടിയാണ്, അല്ലെ ആരെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം, നമ്മൾക്കിടയിൽ ഇങ്ങനെ ഒരു അഭിനയത്തിന്റെ ആവശ്യമില്ല പ്രിയങ്ക എന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ കാര്യത്തിൽ എൻ്റെ തീരുമാനവും നിലപാടും അങ്ങനെയായിരുന്നു. പക്ഷേ എന്തായാലും വരുണിനെ നഷ്ടമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. വരുൺ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. അതാണ് എൻ്റെ സങ്കടം എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറഞ്ഞു, അല്ല പ്രിയങ്ക, നീ ഇങ്ങനെ പറയുന്നു. അല്ല, അവിടെ നീ നേരിൽ കണ്ടതല്ലേ വരുൺ എടുത്ത് ചാടുന്നത്? രാധികയ്ക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ വരുൺ എന്തിനാ പുറകെ എടുത്ത് ചാടിയത്? അങ്ങനെ ഒരു പ്രവൃത്തി വരുൺ ചെയ്യേണ്ടതായിട്ടുണ്ടോ? വരുണിന് രാധികയോടുള്ള സമീപനത്തെക്കുറിച്ച്, രാധികയോടുള്ള വരുണിന്റെ ആ ഇടപെടലിനെ കുറിച്ചും പലപ്പോഴും ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ളവരെല്ലാം അതിനെ എന്നോട് എതിർക്കുകയും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്താലും നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമില്ലേ? നിനക്കും അങ്ങനെ ഒരു ആശങ്ക നിന്റെ മനസ്സിലില്ലേ? നിന്റെ ചേച്ചിയോടുള്ള വരുണിന്റെ സമീപനവും വരുണിന്റെ പെരുമാറ്റത്തിലും നിനക്കും ആശങ്കയില്ലേ എന്ന കൽപ്പനയുടെ ചോദ്യം കേട്ട് പ്രിയങ്ക ഒന്നും മിണ്ടാതിരുന്നു. ഉടനെ ഉർവശി പറഞ്ഞു, ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതില്ല. എന്തായാലും നാളത്തെ അന്വേഷണത്തിൽ ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചി, രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വരുൺ തിരിച്ചു വന്നു, വരുണിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വാർത്ത കേൾക്കാൻ നമുക്കെല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്ന് ഉർവശി പറയുന്നു. അങ്ങനെ ഉർവശിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ഉർവശി അങ്ങനെ പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തോടെ, ആകെ ഒരു സങ്കടത്തോടെ അങ്ങനെ എല്ലാവരും നിന്നു. അതിനുശേഷം പിന്നീട് കാണുന്നത് രാധികയും വരുണും രാധികയെ വരുൺ അവിടേക്ക് ആ പാറക്കെട്ടിൽ നിന്ന്, ആ പുഴയോരത്ത് നിന്ന് പതുക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ, ഈ കൂരിരുട്ടിൽ എങ്ങോട്ട് നടക്കുമെന്നറിയാതെ അങ്ങനെ ദിശ തെറ്റി നിൽക്കുമ്പോൾ കുറച്ചങ്ങ് ദൂരെയായിട്ട് ഒരു കുടിൽ വരുണിന്റെ കണ്ണിൽപ്പെട്ടു. വരുൺ ആ കുടിലിനരികിലേക്ക് രാധികയും കൂട്ടിക്കൊണ്ടു പോകുന്നു. രാധികയെ കയ്യിലെടുത്തുകൊണ്ട് നേരെ വരുൺ ആ കുടിലിന് അരികിൽ കൊണ്ടുചെന്ന് കിടത്തി. രാധിക വെള്ളത്തിൽ ഇത്രയും നേരം കിടന്നുകൊണ്ട് ദേഹമാസകലം തളർന്ന് ആകെ നനഞ്ഞു കുതിർന്ന് കിടക്കുന്നതിനാൽ വരുൺ രാധികയുടെ ശരീരത്തെ തണുപ്പകറ്റാനായിട്ട് വേഗം അവിടെ ചൂട് കായാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. അവിടെ നിന്ന് വേഗം തന്നെ കുറെ മരക്കമ്പുകളും കഷ്ണങ്ങളും എല്ലാം പെറുക്കിക്കൂട്ടി കച്ചിയും എല്ലാം അവിടെ റെഡിയാക്കി ഇവിടെ നിന്നോ തീ കൂട്ടുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒപ്പിക്കുന്നു. അങ്ങനെ അവസാനം അവിടെ തീ കൂട്ടി അവിടേക്ക് രാധികയെ തന്റെ അരികിലായി ചേർത്തിരുത്തി ആ തീക്ക് മുന്നിൽ രാധികയുടെ കൈകൾ ഉയർത്തിക്കാട്ടി അങ്ങനെ ശരീരത്തിന് ചൂട് പിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു. അങ്ങനെ രാധികയുടെ ദേഹമാസനം ചൂടാക്കാനുള്ള ശ്രമം വരുൺ നടത്തി. അങ്ങനെ തന്നാലാകുന്ന രീതിയിൽ വരുൺ ഓരോന്നും ചെയ്തങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം വരുണും ആകെ മയങ്ങിപ്പോയി. ഈ സമയത്ത് രാധിക മോളെ കാണാതെ പോയതിന്റെ നിരാശയിലിരിക്കുകയാണ് ശ്യാമ കാറിലിരുന്ന് പൊട്ടിക്കരയുന്നു. എൻ്റെ മോൾക്കൊരാപത്തും വരുത്തരുതേ ഭഗവാനെ, എന്നെ തനിച്ചാക്കല്ലേ, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമയും കാറിനുള്ളിലിരിക്കുന്നു. കുറെ സമയം കഴിയുമ്പോൾ രാത്രി വളരെ വൈകി കഴിഞ്ഞു. ആ നിമിഷം രാധികയ്ക്ക് പതിയൊരു ബോധം തിരികെ കിട്ടുന്നു. ചെറിയൊരു അനക്കം രാധികയ്ക്ക് വെച്ചു. രാധിക പെട്ടെന്ന് അനങ്ങുന്നത് മയക്കത്തിലായിരുന്ന വരുൺ തന്റെ പടിയിൽ കിടന്ന രാധികയ്ക്കുണ്ടായ അനക്കം തിരിച്ചറിഞ്ഞു. വരുൺ വേഗം കണ്ണു തുറന്ന് രാധികയെ നോക്കി.
രാധിക ചെറിയ ഞരക്കത്തോടെ കണ്ണു തുറക്കുന്ന കണ്ട് വരുൺ വളരെ പ്രതീക്ഷയോടെ രാധിക രാധിക ഞാനാ എന്ന് പറഞ്ഞ് വരുൺ രാധിക കണ്ണു തുറക്കുന്നതിനെ കാത്തിരുന്നു. കണ്ണു തുറന്നു നോക്കിയതും വരുണിന്റെ മടിയിൽ താൻ കിടക്കുന്നത് കണ്ട് രാധിക പെട്ടെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് തനിക്കുണ്ടായ ആ അപകടത്തെക്കുറിച്ച് രാധിക തിരിച്ചറിഞ്ഞത്. ആ അപകടം മനസ്സിലാക്കിയ നിമിഷം പെട്ടെന്ന് രാധിക ആകെ ഭയന്നു. വേഗം വരുൺ രാധികയെ ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് വരുൺ രാധികയെ സമാധാനപ്പെടുത്തി. രാധിക ഭയത്തോടെ വരുണിനെ ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും രാധികയ്ക്ക് ബോധം പോകുന്നു. വരുൺ രാധികയെ വീണ്ടും ആടി ഒലിച്ചു. രാധിക രാധിക എന്ന് പറഞ്ഞ് വിളിച്ചതും പെട്ടെന്ന് രാധികയെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ രാധിക പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് തീർത്ത് വയ്യ, എനിക്കൊന്നും സംസാരിക്കാൻ കൂടി വയ്യ എന്ന് രാധിക പറയുമ്പോൾ വരുൺ ആകെ വിഷമത്തിലായി. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് രാധിക, രാധിക എന്ന് പറഞ്ഞ് മയങ്ങല്ലേ എന്ന് പറഞ്ഞ് വരുൺ രാധികയെ വിളിച്ചു നിർത്താൻ രാധികയുടെ ബോധം നിലനിർത്താൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും രാധിക ആകെ മയങ്ങിപ്പോകുന്നു. ഉടനെ വരുൺ രാധികയെ ആ കച്ചിയിൽ കിടത്തിയിട്ട് അവിടെ ആ കുടിലിനുള്ളിലുണ്ടായിരുന്ന മറ്റ് കന്നാസും മറ്റു സാധനങ്ങളും ഒക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അകത്തേക്ക് കയറി രാധികയ്ക്ക് കിടക്കാൻ പാകത്തിന് അവിടെയെല്ലാം കച്ചി വിതറി. അതിനുശേഷം രാധികയെ എടുത്തുകൊണ്ട് ആ കച്ചിയിൽ കൊണ്ടുചെന്ന് കിടത്തുന്നു. വരുണും രാധികയ്ക്കൊപ്പം കാവലായിരുന്നു. രാധികയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് രാധികയ്ക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാട്ടാനയുടെ ചിഹ്നം വിളി കേട്ടു. ഭയത്തോടെ രാധിക വരുണിനെ കെട്ടിപ്പിടിച്ചതും വരുൺ രാധികയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു രാധികയുടെ നെറുകിൽ ഒരു ഉമ്മ കൊടുത്ത് വരുൺ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു രാധികയെ. അപ്പോഴേക്കും പെട്ടെന്ന് രാധികയ്ക്ക് ബോധം വീഴുന്നു. വരുൺ തന്റെ അനുജത്തിയുടെ ഭർത്താവാണെന്ന ചിന്ത വന്നതോടെ വരുണിനെ തള്ളിമാറ്റി രാധിക വീണ്ടും ആ കച്ചിയിലേക്ക് വീണു. രാധികയെ അവിടെ വീണ്ടും കിടത്തിയതിനു ശേഷം വരുൺ വീണ്ടും രാധികയോട് പേടിക്കണ്ടെന്നും താൻ ഒപ്പമുണ്ടെന്നും പറഞ്ഞ് രാധികയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവസാനം രാധിക ആകെ ഭയത്തോടെ അവിടെ കിടന്നു. രാധിക പതുക്കെ മയങ്ങി നിറഞ്ഞതോടെ വരുൺ വേഗം അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നു. അങ്ങനെ സങ്കടത്തോടെ വരുൺ അങ്ങനെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതോ വീണ്ടും രാധികയ്ക്ക് പെട്ടെന്ന് ഒരു നേരം പുലർന്നു വന്ന നേരത്ത് രാധികയ്ക്ക് ബോധം വീണ്ടും തിരികെ എത്തി. ഈ സമയം നേരം പുലർന്നു കഴിയുമ്പോൾ വരുണിനെ അന്വേഷിച്ച പോലീസും സൂര്യയും ബിജുവും ഒപ്പം അവിടെ ശ്യാമയോടൊപ്പം അമൃതയും എല്ലാം പല ദിശയിലായി അവർ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. രാധികയും വരുണിനെ മാറി മാറി വിളിച്ചുകൊണ്ട് അവർ അതുവഴി അങ്ങനെ നടന്നു. ഈ സമയത്ത് നേരം പുലർന്നതും രാധിക വേഗം തന്നെ വരുൺ രാത്രിയിൽ രാധികയ്ക്ക് വീണ്ടും വല്ലാത്ത തളർച്ചയും തണുപ്പൊക്കെ കൂടി അധികരിച്ചതുകൊണ്ട് ദേഹമാകെ തളർന്നുപോയി തണുത്ത് മരവിച്ചതിനാൽ വല്ലാത്ത വിറയലുമൊക്കെ രാധികയ്ക്കുണ്ടായി. ആ നിമിഷം വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് പേടിക്കണ്ട എന്ന് പറഞ്ഞ് വരുൺ രാധികയെ കെട്ടിപ്പിടിച്ച് തൻ്റെ ആ ചൂട് രാധികയ്ക്ക് നൽകിക്കൊണ്ട് വരുൺ അങ്ങനെ തൻ്റെ നെഞ്ചിലേക്ക് രാധികയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ ആ കച്ചിയിൽ കിടന്നത്. അങ്ങനെ വരുൺ ചേർത്ത് പിടിച്ചതുകൊണ്ട് രാധിക അങ്ങനെ സുഖമായി കിടന്നുറങ്ങി. രാവിലെ നേരം പുലർന്നതും ഉറക്കത്തിന്റെ ആ സൂര്യപ്രകാശം വന്നടിച്ചതും രാധിക പതിയെ വീട്ടിൽ കിടന്നുറങ്ങുന്നത് പോലെ പതുക്കെ നേരെ തിരിഞ്ഞ് വരുണിന് അഭിമുഖമായിട്ട് രാധിക കിടന്നു. അപ്പോഴേക്കും കണ്ണു തുറന്ന വരുൺ രാധികയെ തൻ്റെ മുന്നിൽ കിടക്കുന്നത് കണ്ടു. വരുൺ രാധികയെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ രാധികയും പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കി. വരുണിനെ കണ്ടതും വരുൺ രാധികയെ നോക്കി പുഞ്ചിരിച്ചു. വരുൺ രാധികയെ അപ്പോഴും കെട്ടിപ്പിടിച്ചങ്ങനെ കിടക്കുന്നതുകൊണ്ട് രാധിക ആകെ ഒന്ന് പുഞ്ചിരിച്ച് വരുണിനെ നോക്കി അവിടെ കിടന്നു. പെട്ടെന്ന് രാധികയ്ക്ക് ബോധം വീണ്ടും വന്നത് ആ തിരിച്ചറിവുണ്ടായ നിമിഷത്തിൽ രാധിക വേഗം ചാടി എഴുന്നേറ്റു. അങ്ങനെ ഇരുന്നതും വരുൺ പറഞ്ഞു, പേടിക്കണ്ട എന്ന് പറഞ്ഞ് വരുൺ രാധികയെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടെ വന്ന് കിടന്നത്. അങ്ങനെ പറഞ്ഞ് വരുൺ രാധികയോട് സംസാരിച്ചു. രാത്രി ആയതുകൊണ്ട് ആ കൂരാക്കൂരിട്ടിൽ തന്നെ എടുത്തുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനായിരുന്നു? ഈ കാടിനെ കുറിച്ച് ഷൂട്ടിങ്ങിന് മുമ്പ് ആളുകൾ പറഞ്ഞ കഥകൾ കേട്ടാൽ ഭയന്നു പോകും. അതുപോലെ തന്നെ രാത്രി കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം ഉണ്ടാകും. തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വേറെന്തെങ്കിലും അപകടമുണ്ടായാലോ എന്ന് ഭയന്നാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് എന്ന് വരുൺ അറിയിച്ചു. രാധിക പറഞ്ഞു, രാത്രിയിൽ കാട്ടാനയുടെ ചിഹ്നം വിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അതെ, അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ തന്നെയും കൊണ്ട് എങ്ങും പോകാതിരുന്നെന്ന് അറിയിച്ചപ്പോൾ രാധിക പറഞ്ഞു, ഇന്നലത്തോടെ എൻ്റെ അവസാനമായെന്നാണ് ഞാൻ കരുതിയത്. ഉടനെ വരുൺ പറഞ്ഞു, അങ്ങനെ മരണമാണെങ്കിൽ പോലും നമുക്ക് ഒന്നിച്ചു തന്നെ വേണമെന്ന് കരുതിയ ഞാനും എടുത്ത് ചാടിയത് എന്ന് വരുൺ രാധികയോട് പറയുന്നു. വരുണിനെ നോക്കി രാധിക അങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, നമുക്ക് പോകാം എന്ന് പറഞ്ഞതും പോകാം എന്ന് വരുൺ സമ്മതിച്ചു. അപ്പോഴേക്കും
ഞാൻ എന്തായാലും ഇന്നലെ ഒരു രാത്രി ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ചാ കിടന്നത്. മരണത്തിന് തൊട്ടു മുമ്പാണെങ്കിലും അങ്ങനെ ഒരു നിമിഷം എനിക്ക് ദൈവം തന്നല്ലോ എന്ന് വരുൺ രാധികയെ നോക്കി പറഞ്ഞു. അപ്പോഴേക്കും രാധിക ആകെ വേദനയോടെ വരുണിനോട് നമുക്ക് പോകാമെന്ന് അറിയിച്ചു. എങ്ങനെ ഇവിടുന്ന് നമ്മൾ രക്ഷപ്പെടും എന്ന് ചോദിച്ച് അവർ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ എന്നുള്ള സൂര്യയുടെ ആ വിളി രാധികയും വരുണും കേൾക്കുന്നു. അതോടെ അവരുടെ ഉള്ളിൽ പ്രതീക്ഷയായി. അവരെ രക്ഷിക്കാനായി അവരുടെ ആളുകൾ എത്തി എന്നുള്ള സന്തോഷം രാധികയുടെയും വരുണിന്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നു.